കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആയിട്ട് വരുന്നത്. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഗെറ്റ് റെഡിയാണ്. എന്തിട്ടില്ലെങ്കിലും മസ്റ്റായിട്ട് ഇടേണ്ട ഒരു സാധനമാണല്ലേ സൺസ്ക്രീന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് സ്കിൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ എഴുതി തന്നിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്നതാണ് ആൾ തന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് മോയ്സ്ചറൈസർ ആണ് നമ്മൾ ഇടേണ്ടത്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ ഓയിൽ സ്കിന്നിന് ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്. എൻ്റെ ഓയിൽ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച പോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സെറ്റഫിലിൻ്റെ ആണ്. ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴാണ് എൻ്റെ സ്കിൻ ഓയിൽ ടൈപ്പാണെന്ന് മനസ്സിലായത് കേട്ടോ. അതിന് മുമ്പ് വരെ ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം, അതായത് ഡ്രൈ സ്കിന്നിന് ചേരുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന് പോയതാണ് ആ ഒരു മോയ്സ്ചറൈസർ. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൺസീലറാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം കഴിയാനായെന്നല്ല കഴിഞ്ഞ്. പിന്നെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വലിയ കാര്യമായിട്ട് ഫില്ല് ചെയ്യാറില്ല. കാരണം ഒരുപാട് എഴുതി കൊടുത്താൽ എനിക്ക് എന്തോ ബോർ പോലെ തോന്നും. എന്നിട്ടും കണ്ട ഞാൻ എഴുതിയിട്ട് ഇങ്ങനെ തുടച്ച് കളയുകയാണ്. അങ്ങനെ ഒരു മിനിമൽ രീതിയിൽ ഐബ്രോസ് എഴുതിയിട്ട് പിന്നെ ബ്ലഷാണ് കേട്ടോ ഇടുന്നത്. മുമ്പൊക്കെ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ. പിന്നെയാണത് നമ്മുടെ സ്കിന്നിന് നല്ല പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബ്ലഷ് വാങ്ങിച്ചത്. ഇതും സ്കിന്നിന് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ പൊതുവേ ഫേസിൽ യൂസ് ചെയ്യുന്ന അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ആരാ നോക്കുന്നില്ല, എല്ലാവരും മേക്കപ്പ് ഇട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. അങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ദേ ഹൈലൈറ്റർ ഇടുവാണ്. ഇതെനിക്കൊരു പ്രൊമോഷന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സ്ട്രോപ്പ് ക്രീം. അത് കഴിഞ്ഞിട്ട് ഇതേ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ് ബാം ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. സ്റ്റുഡിയോയിലത്തെ ലിപ് ബാം ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ചുണ്ട് നല്ലപോലെ കറക്കും. എൻ്റെ കയ്യിൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ഉണ്ടായിരുന്നതാണ്. അത് കളഞ്ഞു പോയതുകൊണ്ട് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലിരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ വരും. പിന്നെ അത് ലിപ്സ്റ്റിക്ക്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ പൊന്നു ഗായ്സ് നല്ല കിടിലൻ ഷെയ്ഡാണ്. ഇത് എൻ്റെ ചുണ്ടിലിട്ടപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. 160 170 അത്ര എന്തോ ഉള്ളൂ റേറ്റ്. ആ ഒരു പൈസക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ കണ്ണെഴുതുക. ഞാൻ താഴെ മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ. മുകളിൽ അങ്ങനെ വളരെ കുറവാണ് എഴുതാറ്. വല്ല കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുകളിലൊക്കെ എഴുതി പോകുവേ. പിന്നെ ഇത് ഈ ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും മേക്കപ്പൊക്കെ ഇട്ട് പുറത്തു പോയ കാലം മറന്നു കേട്ടോ. കാരണം ഇപ്പം ഞാൻ എവിടെ പോയാലും ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടും, വേണമെങ്കിൽ കണ്ണെഴുതും, കുറച്ച് പൗഡർ ഇടും, അത്രേ ഉള്ളൂ. ബാക്കി എന്തിടാനും എനിക്ക് ഭയങ്കര മടിയാണ്. എൻ്റെ ഈ മടി കാരണം പല പ്രാവശ്യം ഞാൻ വെയിലത്ത് സൺസ്ക്രീൻ പോലും ഇല്ലാതെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ലുക്ക്. ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുത് കേട്ടോ. ഇത് 2 വർഷം മുമ്പ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ലിങ്കൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ.